മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 740 പുരുഷ വോട്ടർമാരും 809 സ്ത്രീ വോട്ടർമാരും അടക്കം 1549 വോട്ടർമാരുള്ള 40-ാം വാർഡായ കല്ലട വാർഡ് വനിതകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് കാറളം പഞ്ചായത്ത് അതിർത്തി കല്ലട പാടം തളിയക്കോണം സെന്റർ വഴി സ്റ്റേഡിയം റോഡ് വരെയും, കിഴക്ക് സ്റ്റേഡിയം റോഡ് മുതൽ ശ്രീകൃഷ്ണപുരം റോഡ് വഴി തളിയകോണം കിണർ വഴി SNDP റോഡ് വഴി ചിന്നൻ മാസ്റ്റർ റോഡ് വഴി കല്ലട കൊരുമ്പുശ്ശേരി പാടം റോഡ് വരെയും, തെക്ക് കല്ലട കൊരുമ്പുശ്ശേരി പാടം റോഡിൽ ചിന്നൻ മാസ്റ്റർ റോഡ് മുതൽ കല്ലട റോഡ് വഴി കല്ലട ഭഗവതി ക്ഷേത്രം വഴി കല്ലട പാടം വഴി ചെമ്മണ്ട റോഡ് വരെയും, പടിഞ്ഞാറ് ചെമ്മണ്ട റോഡിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് ചെമ്മണ്ട ബൈലൈൻ റോഡ് വഴി ഇടത്തോട്ട് തിരിഞ്ഞ് ചെമ്മണ്ട 2ാമത്തെ ബൈലൈൻ റോഡ് വഴി ചെമ്മണ്ട റോഡിൽ വന്നു ചേർന്ന് കാറളം പഞ്ചായത്ത് അതിർത്തി വരെയുമാണ് അതിർത്തി. NDA സ്ഥാനാർത്ഥിയായി രമിള സതീശൻ, UDF സ്ഥാനാർത്ഥിയായി വഹീദ ഇസ്മയിൽ, LDF സ്ഥാനാർത്ഥിയായി ശശികല പ്രഫുലചന്ദ്രൻ എന്നിവരാണ് ജനവിധി തേടുന്നത്. വാർഡിലെ വികസനം അപ്പോൾ ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വീടുകളിൽ നിന്ന് നല്ല പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 100% വിജയം ഉറപ്പാക്കുന്നുണ്ട്. നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ നമുക്ക് ഒരു മാറ്റം വരുത്തണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ വാർഡിൽ നിന്ന് നമുക്ക് ഒരു സീറ്റ് പിടിച്ച് അവിടേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം UDF നമുക്ക് ഭരണത്തിൽ വന്നാൽ തന്നെ നമുക്ക് ഈ വാർഡുകളിൽ നിന്നും അവർക്ക് ഒരു മാറ്റം വരുത്താൻ സാധിച്ചിട്ടില്ല. വികസനങ്ങളോ ഒന്നും നമുക്ക് വരുത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊരു മാറ്റം വരുത്തണം. നമ്മളുടെ LDF സ്ഥാനാർത്ഥികൾ ജയിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഭരണം കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നന്നായി എല്ലാ വികസനങ്ങളും അതുപോലെ ജനങ്ങൾക്കുള്ള അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. കാർഷിക മേഖലയ്ക്ക് നമ്മൾ UDF ഭരണകാലത്ത് ഒന്നും തന്നെ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ LDF വന്നു കഴിഞ്ഞാൽ നമുക്കത് സാധിച്ചു കൊടുക്കാന്നുള്ളത് ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ വാർഡിലാണ് ഈ സ്റ്റേഡിയം ഉള്ളത്. അപ്പോൾ കലാകായിക പ്രേമികൾക്ക് അതൊരു വലിയ കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വാർഡിൽ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കൊടുക്കുന്നതാണ്. ഈ വാർഡിൻ്റെ വികസനമാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വാർഡിൻ്റെ വികസനത്തിൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും റോഡുകളൊന്നും കറക്റ്റല്ല. പുറത്തുശ്ശേരി ആ കട്ടകളിലൊക്കെ പോകുന്ന സമയത്ത് എല്ലാ വീട്ടിലും എല്ലാ ഭാഗത്തും ശരിക്കും പറഞ്ഞാൽ ഒരു രോഗിയാണ് അവർക്കത് കൊണ്ടുവരാൻ പോലും കയറ്റിക്കൊണ്ട് പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് പല റോഡുകളും കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ബാബുജി സ്റ്റേഡിയം എന്ന് പറയുന്നത് വളരെ എന്താ പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അതിൻ്റേതായ ഒരു അവസ്ഥയിലാണ് അത് കിടക്കുന്നത്. കായിക പ്രേമികൾ ഏറ്റവും കൂടുതൽ തളിയക്കോണം സ്റ്റേഡിയത്തിൽ കളിച്ച് ഉണ്ടായിരുന്ന ഒരു സ്റ്റേഡിയം കൂടിയാണത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അവിടെ കുറേ മണ്ണ് കൊണ്ടുവന്ന് അടിച്ചിട്ടു എന്നല്ലാണ്ട് അതിൻ്റെ ഒരു പ്രവർത്തനവും നടന്നതായിട്ട് കാണുന്നില്ല. അത് ആ ഒരു ബാക്ക് വശം അതിങ്ങനെ ഒഴുകി അതിങ്ങനെ ബണ്ണുകൾ ഇങ്ങനെ ഇറങ്ങണത് കൊണ്ട് ആ ലൈനിൽ താമസിക്കുന്ന എല്ലാ വീട്ടുകാർക്കും നീ കണ്ടില്ലേ നോക്കിയേ, നടക്കാൻ പോലും കടക്കാൻ പോലും അവർ പറയുന്നത് നടക്കല്ലേ ഇങ്ങോട്ട് കടക്കല്ലേ വഴിക്ക് വീഴെന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് ആ ബാബുജി സ്റ്റേഡിയം കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ UDFൻ്റെ പ്രകടന പത്രികയിൽ നമ്മൾ ഏറ്റവും ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് ബാബുജി സ്റ്റേഡിയം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ UDF നമ്മൾ ഭരണത്തിൽ വരികയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് തന്നെ ആ ഒരു കാര്യം നമ്മൾ എന്തായാലും പരിഹരിക്കുമെന്ന് നമ്മൾ ഇവിടുത്തെ നാട്ടുകാർക്ക് നമ്മളൊരു വാഗ്ദാനം കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് 40-ാം വാർഡ്. ഇപ്പം നമ്മൾ ജയിച്ച് വന്നു കഴിഞ്ഞാൽ 40-ാം വാർഡിന് വേണ്ടി നമ്മളൊരു പ്രകടന പത്രിക ഇറക്കാനും അതിൽ ഏറ്റവും കൂടുതൽ ഈ എല്ലാ റോഡുകളും ഒരു റോഡ് എന്നൊന്നുമല്ല, ഈ കാണുന്ന ഈ റോഡുകളല്ലാതെ ഒരു റോഡുകളും തന്നെ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ തീർച്ചയായും നമ്മളത് ചെയ്യാനും നമ്മൾ ചെയ്തിരിക്കും. അത് നമ്മളിവിടുത്തെ ഓരോ ജനങ്ങൾക്കും തന്നെ കൊടുക്കുന്ന ഒരു വാക്കാണ്. 5 വർഷത്തെ നഗരസഭയുടെ ഒരു ഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മളെല്ലാം തുല്യമായിട്ട് തന്നെയാണ് ഒരു സീറ്റിൻ്റെ ബലത്തിലാണ് നമ്മളവിടെ നിന്ന് ഭരിച്ചിരുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അജണ്ട കൊണ്ടുവരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു തൊഴിലാളിയെ നമ്മൾ എടുക്കണം എന്നൊരു പറയുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ തന്നെ നമുക്ക് മുൻതൂക്കം കുറവുള്ളത് കൊണ്ട് നമുക്ക് അതിൽ ആ സമയങ്ങളിൽ മറ്റ് 2 ഘടകകക്ഷികളും ഒന്നായി ചേർന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ പ്രതിപക്ഷം രണ്ടും ഒന്നായി ചേർന്നുകൊണ്ട് തന്നെ നമ്മളെ സത്യം പറഞ്ഞാൽ അവർ ഭരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്
നമുക്ക് ഈ ഒരു 5 വർഷം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ഫലമായി തന്നെയാണ് ഈ റോഡുകളായാലും എല്ലാ കാര്യങ്ങൾക്കായാലും നമ്മൾ എന്തൊരു അജണ്ട വെച്ചാലും അവരത് നമ്മളെ സമ്മതിക്കില്ലായിരുന്നു ആ അജണ്ട പാസ്സാക്കാൻ. തീർച്ചയായിട്ടും ഈ ബാബുജി സ്റ്റേഡിയമൊക്കെ കിടക്കണ ഒരു കോലം കണ്ടില്ലേ, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണ കാര്യങ്ങൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ അതിനൊരു പ്രിഫറൻസ് കൊടുത്തിരിക്കും. നമ്മൾ ഫസ്റ്റായിട്ട് തന്നെ അത് ചെയ്തിരിക്കും. അതുപോലെ എല്ലാ റോഡുകളും ആ പൊർത്തുശ്ശേരിയുടെ ആ റോഡുകൾ അങ്ങോട്ട് ഇറങ്ങണത് ഒരു കുത്തനെയുള്ള റോഡുകളാണ്. അതിലൊന്നും തന്നെ ഒരു സ്ഥലത്തും ഒരു മണ്ണും ഒരു കോൺക്രീറ്റും ഒന്നും ഇല്ലാണ്ട് കുത്തനെ ഇറങ്ങിപ്പോകുന്ന എല്ലാ റോഡുകളുടെയും അവസ്ഥകളാണ്. ആ ഒരു കട്ട നമ്മളുടെ ഒരു കലാസമിതിയുടെ ആ ഒരു കട്ടയിൽ ഒറ്റ റോഡും ഒരു കോൺക്രീറ്റ് ചെയ്തതായിട്ടുള്ള റോഡുകളോ ഒരു സാധാരണ റോഡുകളോ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ വോട്ട് ചോദിക്കാൻ പോയപ്പോൾ മനസ്സിലാക്കിയിരുന്നത്. എന്തായാലും 40-ാം വാർഡിൽ നമ്മളൊരു പ്രത്യേകമായിട്ട് തന്നെ നമ്മളൊരു പ്രകടന പത്രിക ഉണ്ടാക്കും. അതിൽ കിട്ടുന്ന ഫണ്ടിനനുസരിച്ച് സാധാരണക്കാരുടെ സേവനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും. അതുപോലെ തന്നെ കുറേ ആൾക്കാർ നമുക്ക് മരുന്ന് കിട്ടിയില്ല, അത് കിട്ടിയില്ല, അങ്ങനത്തെ കുറേ പരാതികളും പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മളത് വൃത്തിയായിട്ട് തന്നെ അവർക്ക് ചെയ്തു കൊടുക്കുന്ന നമ്മൾ വാക്ക് കൊടുക്കുകയാണ്. ഞങ്ങൾ വികസിത ഇരിഞ്ഞാലക്കുടയാണ് ഇപ്പോൾ നമ്മുടെ BJPയുടെ ലക്ഷ്യം. അതിനുവേണ്ടി BJP കൂടുതൽ വാർഡുകൾ പിടിച്ച് അധികാരത്തിൽ വരുന്ന എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ കുറേ നാളുകളായി ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെ UDFും LDFും അങ്ങനെ ഒരുമിച്ച് നിന്ന് ഭരണം പങ്കുവയ്ക്കുന്ന ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അതിൽ മുഖ്യ പ്രതിപക്ഷം BJP തന്നെയായിട്ടാണ്. അപ്പോൾ ഇരിഞ്ഞാലക്കുടയിൽ നടത്താത്ത കുറച്ച് പ്രവർത്തനങ്ങൾ, റോഡുകൾ, അങ്ങനെ കുറേ ഇതുകളൊക്കെ ഉണ്ട്. അതെല്ലാം വികസിതമായിട്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ചെയ്യും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. UDF കുറേ കാലങ്ങളായിട്ട് ഭരിക്കുന്നുണ്ടെങ്കിലും ഇരിഞ്ഞാലക്കുടയിൽ പറയത്തക്ക വികസനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാ ഭാഗത്തും ടൗൺ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ റോഡുകൾ മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതാണ് കൂടുതൽ ജനങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ നമ്മളെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് കുടിവെള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഷാജുട്ടനായിരുന്നു കൗൺസിലർ. അപ്പോൾ അവൻ കുറേ 93 ലക്ഷത്തോളം പൈസയുടെ വികസിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, വികസനം. അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് കല്ലട താഴത്തുള്ള ഭാഗത്ത് ടൈല് വിരിച്ച് അതിന് പിന്നെ ഒരു ജിമ്മിൻ്റെ ഇത് തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് 1-2 റോഡുകളൊക്കെ പാസ്സായി കിടക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനാക്കും. അങ്ങനെ പിന്നെ വീടുകളില്ലാത്ത കുറച്ച് വീട്ടുകാരാണ് ഇവിടെ കൂടുതൽ, സ്ഥലവും വീടും ഇല്ലാത്തവർ. അപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കും.